day Saturday's continuous vlog challenge day 9. ഇനി ഒരു ഡേയും കൂടെ നമുക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് 9th ഡേ ആയിട്ടുണ്ട്. അങ്ങനെ രാവിലെ നീറ്റ് പാടനെ ഞാൻ ജനവാതിലൊക്കെ തുറന്നു. ഈ ഒരു സൗണ്ട്, ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമായതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ആക്കിയത്. അപ്പോൾ ഇന്നിലും കുറച്ച് നേരത്തെയാണ് നീറ്റത്. പിന്നെ ഇന്നലെ പഠിച്ചു വെച്ചാൽ കുറച്ച് ഒന്ന് കവർ ചെയ്യാണ്ടായിരുന്നു. എക്സാമൊക്കെ ആവാനായില്ലേ, അപ്പോൾ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാറ്റർഡേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ക്ലാസ്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ഒരു പോർഷൻ വരെ കംപ്ലീറ്റ് ആക്കാനായിരുന്നു. പിന്നെ ഫുൾ ഓട്ടം ചാട്ടമായിരുന്നു, നേരെ ഇല്ലാത്തത് കൊണ്ടുള്ള ഓട്ടത്തിൽ പോയി. പിന്നെ വേഗം തിരിച്ചു വന്നു. ഉച്ചക്കായപ്പോൾ എത്തി. അങ്ങനെ കുറച്ച് വർക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. വീട്ടിലെത്തിയപാട് ബിരിയാണി കഴിച്ചു. പിന്നെ കുറച്ച് നേരം കിടന്ന് നീറ്റപ്പോഴത്തേനും വൈകുന്നേരം ഫ്രൂട്ടി കുടിച്ചു. പിന്നെ ഞാൻ എൻ്റെ വർക്കിംഗ് സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കുറേ ആയി ഇങ്ങനെ മെസ്സായി കിടക്കണേ. ഞാൻ റെസിൻ ആർട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്ലേസ് ഇങ്ങനെയും ഭയങ്കര മെസ്സായി കിടക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് കാറ്റോട്ടൊക്കെ ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ ഈ ക്ലോത്തും സംഭവങ്ങളെല്ലാം ഒരു അലങ്കോലമായി കിടക്കുകയായിരുന്നു. ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷേ റെസിൻ ആർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഫുൾ അലങ്കോലമായത്. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ട് ഇതുപോലെ കുറച്ച് പണികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്നാക്കും കൂടി കഴിച്ചിട്ടു. ഇതിനുള്ളിൽ നമുക്ക് തേങ്ങ, പഞ്ചസാര അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഡേ എന്ന് പറയണത്. കുറച്ച് പോളോറൈഡ്സിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ചു. പിന്നെ ഇത് സ്റ്റിക്കർ പോളോറൈഡാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ DM ചെയ്യുക. അടിയിൽ എന്തായാലും കോൺടാക്ട് നമ്പർ കൊടുക്കുക. പിന്നെ രാത്രി ഫുഡും കഴിച്ചു. പിന്നെ നേരെ കിടന്നുറങ്ങി. കുറച്ച് നേരം പഠിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.